വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്ന് ചില്ലി ചിക്കൻ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഒരു പാനിൽ ഞാൻ കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് അതിലോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് അതിലോട്ട് ചിക്കൻ ഇട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഫ്രൈ ആയിട്ട് വരും. എന്നിട്ട് ഞാനിതിനെ പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട്. ഫുള്ള് നമുക്കിതുപോലെ മാറ്റിയെടുക്കാം. ഇതുപോലെ നമ്മൾ ചിക്കൻ മാറ്റിയെടുക്കണം. എന്നിട്ട് ആ ഓയിലിലോട്ട് തന്നെ ഞാനിവിടെ വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഇഞ്ചി പേസ്റ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലോട്ട് കുറച്ച് പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അതിനുശേഷം ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ച സവോള ഇട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ടൈമിൽ ഞാൻ തക്കാളി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റുന്നുണ്ട്. ഇതിലോട്ട് പെരിഞ്ജീരകപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, ഇതിത്രയും ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഉപ്പ് നോക്കണം കേട്ടോ, ആവശ്യത്തിന് എത്ര വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയ്ക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ ഇട്ടത് കറക്റ്റ് ആയതുകൊണ്ട് പിന്നെ ഞാൻ ഇടുന്നില്ല. എന്നിട്ട് ഞാൻ ഇതിലോട്ട് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ. എന്നിട്ട് ഇതുപോലെ എല്ലായിടത്തും മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ചില്ലി ചിക്കൻ ഉണ്ടാക്കാം. കടയിലൊന്നും പോയി വാങ്ങേണ്ട കാര്യമില്ല. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്